അപ്പൊ ചേട്ടാ, നമ്മളിപ്പോ ഞാൻ ഇന്റർവ്യൂവിന്റെ സമയത്ത് ഞാൻ ചോദിച്ചിരുന്നു തിയേറ്റർ മൊത്തം കത്തിക്കാണ്ടാവോ അതോ സോഷ്യൽ റെലവെന്റ് ആയ കാര്യങ്ങൾ പറയുന്നുണ്ടോന്നൊക്കെ. അപ്പൊ അതൊക്കെ സസ്പെൻസ് ആക്കി വെച്ചിരുന്നു. പക്ഷെ ഇപ്പൊ പടം കണ്ടിറങ്ങിയപ്പോ സത്യത്തിൽ എനിക്കിപ്പോ നല്ല ഡൗട്ട് ഉണ്ട് തിയേറ്റർ കത്തുമെന്നുള്ളത്. അങ്ങനെ കേട്ടോ, എനിക്കറിയില്ല. എനിക്ക് വളരെ ഹാപ്പിയാണ് പടം കണ്ടപ്പോ. നമ്മൾ ചെയ്തൊരു പരിപാടി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. പരിപാടി അത് വർക്കായി, ഞാൻ ഉദ്ദേശിച്ചത് അതിനകത്ത് വന്നിട്ടുണ്ടെന്നുള്ള സന്തോഷം. നിനക്ക് എന്താ തോന്നിയത്? അങ്ങോട്ട് ചോദിക്കട്ടെ. സെക്കൻഡ് ഹാഫ് അതാണ്, അതായത് ഒന്നല്ല ഒരുപാട് കാര്യങ്ങൾ ഇട്ട് കൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കാണുമ്പോണ്ടല്ലോ ത്വര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് അല്ലേ? ഫസ്റ്റ് ഹാഫ് 100%. അതായത് ഫസ്റ്റ് ഹാഫ് ബേസിക്കലി നമ്മൾ ഇത്രയും ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം എടുക്കും. അപ്പോൾ വെച്ചാൽ എല്ലാം പുതിയ ആൾക്കാരല്ലേ. അപ്പോൾ ആൾക്കാർ പെട്ടെന്ന് കുറെ പുതിയ ആൾക്കാരെ കാണലും, പിന്നെ എനിക്ക് ആ മെയിൻ കണ്ടന്റിലോട്ട് ഒറ്റടിക്ക് എത്തണമെങ്കിൽ ഇവന്മാരൊക്കെ കാണിച്ച് പരിചയപ്പെടുത്തിയ ശേഷം മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്കും അറിയാം ഫസ്റ്റ് ഹാഫ് കുറച്ച് ഒന്ന് ഇരുന്ന് കിട്ടാൻ ഇത്തിരി പ്രയാസമുണ്ടെന്ന് എനിക്ക് പേഴ്സണലി അറിയാം. സെക്കൻഡ് ഹാഫ് എനിക്ക് തോന്നുന്നു അങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് സെക്കൻഡ് ഹാഫ് അതിൻ്റെ ഒരു പീക്കിലോട്ട് എത്താൻ പറ്റിയത്. സെക്കൻഡ് ഹാഫ് അതിൻ്റെ ഒരു ഹൈ കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. ഫസ്റ്റ് ഹാഫിന്റെ കടമ്പം കടന്നു കിട്ടി കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ട്രാക്ക്. കാരണം ആ സെക്കൻഡ് ഹാഫിന് വേണ്ടിയാണ് ഞാൻ ആ ഫസ്റ്റ് ഹാഫ് സെറ്റ് ചെയ്തത്. ആ ഒരു പേസ് സെറ്റ് ചെയ്ത് തന്നെ സെക്കൻഡ് ഹാഫ് എനിക്ക് പരപ്പുറത്ത് കയറ്റണമെങ്കിൽ എനിക്ക് അങ്ങനെ പോകാൻ പറ്റുള്ളൂ. ഒറ്റയടിക്ക് നമ്മൾ അങ്ങനെ കയറ്റാൻ ഓഡിയൻസ് ഈ പുതിയ കഥ ആയതുകൊണ്ടും ബൈബിൾ റിലേറ്റഡ് ആയതുകൊണ്ടും ആദ്യം ഇതെല്ലാം ഇന്നാവാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു സ്റ്റൈൽ ചെയ്തത്. അപ്പൊ പിന്നെ സെക്കൻഡ് ഹാഫ് ആൾക്കാർ ഇരുന്ന് കിട്ടിയാൽ മതി എന്നാൽ ഫസ്റ്റ് ഹാഫ് ഇരുന്ന് കിട്ടി കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് വർക്കാവുന്നതാണ് എന്റെ 100%. എന്റെ അഭിപ്രായം പറയൂ, എന്താണ് സബ്ജക്റ്റിന്റെ ഡെപ്ത് എന്താ തോന്നിയത്? ഭയങ്കരമായിട്ട് ഒരുപാട് വിഷയങ്ങൾ സോഷ്യൽ റെലവെന്റ് ആയ നമ്മളൊക്കെ കേട്ട് അല്ലെങ്കിൽ ചർച്ചയായ കാര്യങ്ങൾ രസകരമായിട്ട് അവതരിപ്പിച്ചിട്ട് എന്നെ കൊട്ടുകൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സാറൊക്കെ ഇനിയിപ്പോ സഭയൊക്കെ ഇളകൊന്നും പേടിയുണ്ടോ? ഇല്ല, പേടിയൊന്നും. എനിക്ക് ബേസിക്കലി ഈ സ്പിരിച്വൽ പൊളിറ്റിക്സ് പറയാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ നേരിട്ട് പറയുന്നതിനേക്കാളും ഡബിൾ ഗോഡ് ഇതുണ്ടല്ലോ, അവരുടെ ആ വാറ് പോലത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ, അതെനിക്ക് പറയുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ജീസസ് ഇപ്പോഴത്തെ കാലത്ത് വന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് ഈ ഐഡിയ വന്നത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര കുറേ നാളായിട്ട് അത് ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്നത് ആ ഐഡിയയോട് എനിക്കൊരു ഏകദേശം എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ 100% എനിക്ക് ഒരു നീതി പുലർത്താൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഓരോ രാജ്യത്തും യേശുക്രിസ്തുവിന് ഓരോ രൂപമാണ്. അതായത് ദൈവങ്ങൾക്ക് ഓരോ രൂപം ഓരോരുത്തരുടെ കയ്യിലെത്തുമ്പോ എന്നുള്ളത്. ആ ഒരു സാധനം അതാണ് ബേസിക് ഐഡിയ. അതാണ് ഓരോരുത്തർ സ്ഥലത്ത് ഓരോ ഇതാണ്. അപ്പൊ നമ്മള് അതിനകത്തുണ്ടല്ലോ, ഞാൻ പറയാതെ തന്നെ അതിനകത്ത് കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ അതന്നെ, പിന്നെ അതിനകത്ത് പറയുന്ന ഡെവിളിന്റെ പരിപാടികളും ചർച്ച് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നതൊക്കെ ഈ പുതിയൊരു ഐഡിയ ആണ് പറയാൻ കൺവേ ചെയ്തേക്കണത്. കുറച്ചൊക്കെ വളരെ ഓൺ ദ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ബിഹൈൻഡ് കാണുമ്പോൾ നമുക്ക് അതിനകത്ത് വായിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ വായിക്കാൻ പറ്റുന്ന രീതിയിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇപ്പൊ ഈ റിലീജിയൻ മതം പരമായതൊക്കെ ഓക്കെ, അതിന്റെ കൂടെ നമ്മുടെ ലാൽവട്ടം പാലം അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇട്ട് കൊട്ടുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാ ത്രെഡ് പെട്ടെന്ന് ഇടാനുള്ള ഐഡിയ വന്നേ? അല്ല, ബേസിക്കലി നമ്മളൊരു കാര്യം ഇങ്ങനത്തെ ഒരു ഐഡിയ പറയുമ്പോൾ എല്ലാവർക്കും കിട്ടാൻ പാകത്തിന് നമ്മൾ കുറച്ച് എലമെന്റ്സ് ഇടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ വേണ്ടി. ഇപ്പം നമ്മൾ ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ഭയങ്കര ഒരു സീരിയസ് ടോപ്പിക്ക് പറയുമ്പോൾ അതിനൊരു അത് മാത്രമേ പോകും. അപ്പൊ അതിനുവേണ്ടി കുറച്ച് ഗ്രൗണ്ടഡ് ആക്കാൻ വേണ്ടിയാണ് അങ്ങനത്തെ കുറച്ച് ഐഡിയാസ് ഇട്ടത്. അപ്പൊ ഇനി ഇതിന്റെ കൂടെ പൊളിറ്റിക്കൽ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമോ? എനിക്കറിയില്ല. നമുക്ക് പടം പേഴ്സണലി ഞാനൊരു തേർഡ് പേഴ്സൺ വ്യൂവിൽ കണ്ടപ്പോൾ എനിക്ക് വർക്കായി. ഇനിയിപ്പോൾ ബാക്കി പൊളിറ്റിക്കൽ പ്രശ്നങ്ങളോ അതിന്റെ കാര്യങ്ങളോ അതൊക്കെ പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല. അത് വരുമ്പോൾ നോക്കാന്നുള്ളതാണ്. അപ്പൊ എന്തായാലും സിനിമ കാണണം, കാരണം കണ്ടറിയേണ്ട കുറെ കാര്യങ്ങൾ അതിലുണ്ട്. അപ്പൊ കണ്ടിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും എല്ലാവരും അറിയിക്കുക. അതിലും കണ്ടത് നിന്റെ അഭിപ്രായം നീ പറയാന്നുള്ളതാണ് അതിനകത്ത്. ഞാനതാ പറഞ്ഞു, എനിക്ക് സെക്കൻഡ് ഹാഫ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഒരുപാട് പേര് നമ്മളൊക്കെ പറയാൻ ആഗ്രഹിച്ചു അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന കുറെ കാര്യങ്ങൾ കണക്ട് ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജെന്യൂൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇത്തിരി സ്ലോ ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ട്രാക്കിൽ കയറി നമ്മൾ ഇൻവോൾവ് ആയി ഫുൾ എൻഗേജ്ഡ് ആയി നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഹാപ്പി ആയിട്ട് നമ്മളെ മനസ്സിലുള്ള കുറെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ കുറെ ഡൗട്ടുകൾ നമ്മൾ കണ്ടിട്ടുള്ള നമുക്ക് അങ്ങനത്തെ കുറെ സാധനങ്ങൾ കണക്ട് ആയിട്ടുണ്ട്. ഒന്നല്ല, ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് സെക്കൻഡ് ഹാഫിനകത്ത്. അപ്പം ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് കാണാനുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് ആക്ച്വലി. സോ ഇറ്റ്സ് ലൈക്ക് അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇത് കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് സെക്കൻഡ് ഹാഫിന്റെ ആ ഒരു പഞ്ച് ഒരു ഇത് വർക്ക്ഔട്ട് ആവണം. സോ ലൈക്ക് ഒരുപാട് സബ്ജക്ട്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഏരിയാസിലേക്ക് കഥ പോകുന്നുണ്ട്, സ്പിരിച്വൽ ഒരുപാട് റിലിജന്റെ അതിന്റെ ഡെപ്തിലോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ ഡെപ്തിലോട്ട് പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ വളരെ എന്റർടൈനിങ് ആയിട്ടാണ് അത് പോയിരിക്കുന്നത്.
അപ്പൊ എന്തായാലും നമ്മള് അവതരിപ്പിച്ച വിഷയങ്ങളൊക്കെ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ തന്നെ എത്തട്ടെ. എന്തായാലും പടം ഹിറ്റ് അടിക്കട്ടെ. താങ്ക് യു All the best. താങ്ക് യു